കർമ്മലമാതാവേ നിൻ കരവലയം അമ്മത്തൊട്ടി അമ്മത്തൊട്ടി അമ്മത്തൊട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാസമാണ് ജൂലൈ മാസം. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ജൂലൈ മാസം 16-ാം തീയതി നമ്മൾ ഒരുങ്ങുകയാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി 9 ദിവസം നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ഒരു കൊച്ചു പ്രാർത്ഥന, അതോടൊപ്പം കർമ്മല മാതാവിൻ്റെ കർമ്മലോത്തരീയത്തിൻ്റെ ഒരു കൊച്ചു അത്ഭുതം നമ്മൾ കേൾക്കും. നമ്മൾ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കും. ഇപ്രകാരം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങാം. ഈ ആദ്യ ദിവസം ഒരു ചരിത്രം നമുക്ക് പഠിക്കാം. കർമ്മല മാതാവിൻ്റെ കർമ്മലോത്തരീയത്തിൻ്റെ ചരിത്രം. 1245 കർമ്മല സഭയുടെ 6ാമത്തെ ജനറാളച്ചനായി സൈമൺ സ്റ്റോക്ക് എന്ന വിശുദ്ധൻ തിരഞ്ഞെടുക്കപ്പെടുന്നു. കർമ്മല സഭയുടെ ചരിത്രം ഏലിയാ പ്രവാചകന്റെ കാലത്തിലേക്ക് ഊന്നല് കൊടുത്തു നിൽക്കുന്നു. ഏലിയാ പ്രവാചകന്റെ കാലഘട്ടം, ഏലിയായുടെ തീക്ഷ്ണതയോടുകൂടെ കർമ്മല മല, പാലസ്തീനായിലെ കർമ്മല മലയിൽ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ആ കർമ്മല മലയിൽ ചില താപസന്മാർ ആ ചൈതന്യത്തിൽ ജീവിച്ചിരുന്നു. അവരാണ് പിന്നീട് കർമ്മലീത്തർ എന്ന് വിളിക്കപ്പെടുന്നത്. മുസ്ലിം അധിനിവേശം ഉണ്ടായപ്പോൾ അവർ അവിടെ നിന്നും യൂറോപ്പിലേക്ക് പലായനം ചെയ്യുന്നു. അസ്വസ്ഥതകൾ, പ്രതിസന്ധികൾ അങ്ങനെയിരിക്കെ 1251 സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന 6ാമത്തെ കർമ്മല സഭയുടെ ജനറാൾ അച്ഛന് പരിശുദ്ധ അമ്മ ഒരു ദിവസം ഒരു കൊച്ചു ചാപ്പലിൽ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. തവിട്ട് നിറത്തിലുള്ള വസ്ത്രം, ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള മേലങ്കിയുമായി പരിശുദ്ധ അമ്മ, ഒരു ഗണം മാലാഖമാർ അതിനോടൊപ്പം കയ്യിൽ ഉണ്ണിയുമായി പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ തൻ്റെ ഉപരിവസ്ത്രം ഊരിയെടുത്ത് സൈമൺ സ്റ്റോക്ക് എന്ന ജനറാൾ അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രക്ഷയുടെ അച്ചാരമായി, എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളമായി, രക്ഷയുടെ അടയാളമായി ഇത് സ്വീകരിക്കുക. ഇത് ധരിച്ച് മരിക്കുന്നവർ നിത്യ നരകാഗ്നിയിൽ നിബദിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ ദാനമായ കർമ്മലോത്തരീയം, കർമ്മലീത്ത വൈദികരുടെ തിരുവസ്ത്രത്തോട് ഈ വസ്ത്രം ചേർന്ന് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ ഉത്തരീയം അഥവാ വെന്തിങ്ങ എന്ന് പറയുക. കഴുത്തിൽ ധരിക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ ആയുധം. നമുക്ക് ഓരോ ദിവസവും കർമ്മലോത്തരീയത്തിൻ്റെ ചെറിയ ചില ചരിത്രങ്ങൾ കേൾക്കാം, അത്ഭുതങ്ങൾ കേൾക്കാം. ഇന്നത്തെ ദിവസത്തെ ബോധ്യം ഇതാണ്: കർമ്മല മാതാവ് തന്ന അമ്മയുടെ തിരുവസ്ത്രം കർമ്മലോത്തരീയം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടയാട എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ശോഭയുള്ളതാണ്. കർമ്മലോത്തരീയം പരിശുദ്ധ അമ്മയുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. നമുക്ക് നന്ദി പറയാം, അമ്മേ, ഈ കൃപ, ഈ അഭിഷേകം, ഈ സമ്മാനം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് എഴുതിയ കൊച്ചു പ്രാർത്ഥനകളാണ് ഈ നൊവേന ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിനോടുള്ള നൊവേന 1-ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കാർമലിൻ്റെ അതിമനോഹര പുഷ്പമേ, ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയെ, സ്വർഗത്തിൻ്റെ മഹത്വമേ, ദൈവപുത്രൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മേ, കുറ്റമറ്റ കന്യകേ, എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. ഓ സമുദ്രതാരമേ, ദൈവമാതാവേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ ഈ ആവശ്യത്തിൽ എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഹൃത ജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സമുദ്രതാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, സമുദ്രതാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, സമുദ്രതാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.